ചെയ്ത മമ്മൂട്ടി നായകനായ അബ്രഹാമിൻ്റെ സന്തതികളും. അപ്പോൾ ഈ രണ്ട് മൂവിയാണ് ഈ കൊല്ലം ഈ ജൂലൈ വരെയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. അതുപോലെ തന്നെ 2018 ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ 2018 ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് മൂവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൃഥ്വിരാജിൻ്റേതായി ഈ ജൂലൈ മാസത്തിൽ കൂടെ അതുപോലെ തന്നെ മൈ സ്റ്റോറി എന്നീ 2 സിനിമകളാണ് റിലീസായിരിക്കുന്നത്. അതിൽ മൈ സ്റ്റോറി നമുക്കറിയാം ഒരു സൂപ്പർ ഹിറ്റോ അല്ലെങ്കിൽ ഒരു ഹിറ്റോ എന്ന തലത്തിലേക്ക് പോയില്ല, പക്ഷേ കൂടേക്ക് നല്ല റിവ്യൂസാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പടം ഒരു സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൃഥ്വിരാജിൻ്റെ ആരാധകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണം എന്ന സിനിമ. റഹ്മാനും പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിർമ്മൽ സഹദേവാണ്. ഒരുപാട് കാലമായി ഈ സിനിമ എന്ന് വരും എന്ന് പ്രതീക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്നു. നേരത്തെ ഈ രണം എന്ന സിനിമയുടെ ടീസറൊക്കെ വൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതുപോലെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഇതിൻ്റെ മോഷൻ പോസ്റ്ററും അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റാവുകയും ചെയ്തിരുന്നു. അപ്പോൾ പൃഥ്വിരാജിൻ്റെതായി കാത്തിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് രണം. അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. ഓണത്തിനോ അല്ലെങ്കിൽ ഓണത്തിനു മുമ്പോ ആയിട്ട് ഓഗസ്റ്റിൽ ഈ സിനിമ റിലീസ് ചെയ്യും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഏതായാലും കായംകുളം കൊച്ചുണ്ണിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ ട്രെയിലർ ഒരാഴ്ച മുമ്പ് റിലീസായിരുന്നു. വളരെ അധികം മികച്ച റെസ്പോൺസാണ് ട്രെയിലറിന് കിട്ടിയിരിക്കുന്നത്. യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഒന്നാമതായി മാറുകയും ചെയ്തു. കായംകുളം കൊച്ചുണ്ണിയായി നിവിൻ പോളി തകർത്തഭിനയിക്കുമ്പോൾ മോഹൻലാൽ എന്ന നായകൻ ഇത്തിക്കര പക്കിയുമായി എത്തുന്നുണ്ട്. അതുതന്നെ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഓഗസ്റ്റിൽ റിലീസാകാൻ പോകുന്ന കായംകുളം കൊച്ചുണ്ണിയാണ് മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം. മമ്മൂട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇക്കൊല്ലം മമ്മൂട്ടിയുടെ 4 സിനിമകളാണ് റിലീസായത്. ആദ്യം റിലീസായത് സ്ട്രീറ്റ് ലൈറ്റ് എന്ന സിനിമയായിരുന്നു. ആ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം. രണ്ടാമതായി മമ്മൂട്ടിയുടെ ഇറങ്ങിയ സിനിമ പരോളായിരുന്നു, വിഷു റിലീസായിട്ട്. പരോളും ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയില്ല, ഒരു ആവറേജ് വിജയം മാത്രമായിരുന്നു പരോളിന് ലഭിച്ചത്. അതിനുശേഷമാണ് മമ്മൂട്ടിയുടെ അങ്കിൾ എന്ന സിനിമ റിലീസാവുന്നത്. അങ്കിൾ ഒരു നല്ലൊരു വിജയമായിരുന്നു. 4ാമത്തെ സിനിമയാണ് അബ്രഹാമിൻ്റെ സന്തതികൾ. അബ്രഹാമിൻ്റെ സന്തതികൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു മെഗാ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മമ്മൂട്ടിയുടേതായി ഇറങ്ങുന്ന 5ാമത്തെ സിനിമയാണ് കുട്ടനാടൻ ബ്ലോക്ക്. തിരക്കഥാകൃത്തായ സേതു ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കുട്ടനാടൻ ബ്ലോഗ് എന്നറിയുന്നു. മമ്മൂട്ടിയുടേതായി ഈ വർഷം ഇറങ്ങുന്ന ഏറ്റവും പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ് കുട്ടനാടൻ ബ്ലോഗ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ആരാധകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഒടിയൻ എന്ന സിനിമ. നമുക്കറിയാം പുലിമുരുകൻ എന്ന സിനിമയ്ക്കാണ് ലാലേട്ടനും അതുപോലെ തന്നെ മലയാളികളും ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു ചിത്രം. പുലിമുരുകൻ ഇതുപോലെ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് മലയാളത്തിൽ റിലീസായത്. മലയാളത്തിൽ നിന്ന് ആദ്യമായി 150 കോടി എന്ന റെക്കോർഡ് തുക ആദ്യമായി കളക്ട് ചെയ്ത സിനിമയാണ് പുലിമുരുകൻ. അതുപോലെ തന്നെ നോക്കിക്കാണുന്ന ഒരു സിനിമയാണ് 100 കോടി ക്ലബ്ബ് എന്ന് സ്വപ്നം കണ്ട് ഇപ്പോഴേ ലാലേട്ടൻ ഫാൻസ് ആരാധകർ പറയുന്നൊരു സിനിമയാണ് VS ശ്രീകുമാർ മേനൻ സംവിധാനം ചെയ്ത ഒടിയൻ എന്ന സിനിമ. ഒക്ടോബറോടുകൂടി അല്ലെങ്കിൽ സെപ്റ്റംബറോടുകൂടി ഈ പടം റിലീസ് ചെയ്യും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇതുവരെ ഔദ്യോഗികമായി ഒരു റിലീസിംഗ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒടിയൻ്റെ ജാലവിദ്യയുമായി ലാലേട്ടൻ എങ്ങനെയാണ് ഒടിയനായി വരുന്നത് എന്ന് കാണുവാൻ വേണ്ടി. അപ്പോൾ മലയാളികൾ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 4 സിനിമകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി മറ്റൊരു സിനിമകൾ ഈ വർഷം ഇല്ല, ബാക്കിയൊക്കെ വലിയ പ്രൊജക്റ്റുകൾ അടുത്ത കൊല്ലത്തേക്കുള്ളതാണ്. അപ്പോൾ മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 4 സിനിമകളാണ് ഇതൊക്കെ. അതിൽ തന്നെ ഒടിയൻ, കായംകുളം കൊച്ചുണ്ണിക്കാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ മലയാളികൾ നൽകിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യൂ.